ഇന്ത്യൻ ഗോൾഡൻ ബോയ് എന്ന് വിശേഷിക്കപ്പെട്ട നീരജ് ചോപ്രയുടെയും രാജ്യത്തെ 140-ലേറെ വരുന്ന ജനങ്ങളുടെയും നെഞ്ചു തുളച്ച ഒരു ത്രോ. അത് കൊണ്ടത് 92.97 എന്ന സ്വപ്ന സമാനമായ ദൂരത്തിലും. വന്നതാകട്ടെ പാകിസ്ഥാനിൽ നിന്നുള്ള അത്ലറ്റായ അർഷദ് നദീമിന്റെ കൈകളിൽ നിന്നും. നദീം തൊടുത്തുവിട്ട ജാവലിൻ ചരിത്രത്തിലേക്ക് തുളഞ്ഞു കയറുമ്പോൾ ഇന്ത്യക്കാരും ലോകവും ഒരുപോലെ വിറച്ചു. സ്വർണ്ണ മെഡൽ ജേതാവായ നീരജിനെ സ്തബ്ധനാക്കിയാണ് നദീം ഈ ഒളിമ്പിക്സ് റെക്കോർഡോടുകൂടി വീരനായകനായത്. ഹായ് ഗൈസ്, വെൽക്കം ടു സ്പോർട്സ് ഡയസ്. 90 മീറ്റർ ആയിരുന്നു പാരീസ് ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ലക്ഷ്യമിട്ട് പരിശീലനം നടത്തിയത്. 90 മീറ്റർ ദൂരം താണ്ടിയാൽ ടോക്കിയോയിലെ സ്വർണം നിലനിർത്താമെന്നായിരുന്നു പ്രതീക്ഷ. ഗ്രൂപ്പ് മത്സരത്തിൽ തന്റെ സ്വപ്ന ദൂരമായ 90-നോടടുത്ത് 89.34 മീറ്റർ ദൂരം താണ്ടി ഒന്നാമതെത്തി നീരജ്. ഇന്ത്യക്കാരുടെ മനസ്സിൽ വീണ്ടും ഒരു സ്വർണ്ണ പ്രതീക്ഷകൾ അണിഞ്ഞു. 140 കോടിയിലേറെ ജനസംഖ്യയുള്ള രാജ്യം ഒരു സ്വർണ്ണത്തിനായി ഉറ്റുനോക്കി. വെള്ളിയാഴ്ച പുലർച്ചെ നീരജ് ഫൈനലിലേക്ക് ഇറങ്ങുമ്പോൾ എല്ലാ കണ്ണുകളും കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സ് ചാമ്പ്യനായ നീരജിലായിരുന്നു. എന്നാൽ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ അവിടെ ഒരു പുതിയ നായകൻ സൃഷ്ടിക്കപ്പെട്ടു. പാകിസ്ഥാന്റെ 27-കാരനായ അർഷദ് നദീം. നീരജിൻ്റേതുപോലെ നദീമിന്റെയും ആദ്യ ശ്രമം പാഴായി. രണ്ടാം ശ്രമത്തിൽ 92.97 എന്ന അവിശ്വസനീയമായ ദൂരമാണ് പിറന്നത്. കണ്ണുകളടച്ച് മുഖം പൊത്തി നദീം ഒരു നിമിഷം നിന്നു. പാകിസ്ഥാന്റെ 4 പതിറ്റാണ്ട് നീണ്ട കാത്തിരിപ്പിന് അവിടെ അന്ത്യം കുറിക്കുകയായിരുന്നു പാകിസ്ഥാന്റെ ആദ്യ വ്യക്തിഗത ഒളിമ്പിക് സ്വർണവും. 2007 ബീജിംഗിൽ നോർവേയുടെ ആൻഡ്രേ തോക്കിൻസൺ കുറിച്ച 90.57 ആയിരുന്നു ഒളിമ്പിക്സ് ചരിത്രത്തിലെ റെക്കോർഡ് ദൂരം. നീരജിനായി ആർത്തു വിളിച്ച ആരാധകർ നടുങ്ങി. നീരജിന്റെ കരിയറിലെ ഏറ്റവും മികച്ച രണ്ടാമത്തെ പ്രകടനം, ഈ സീസണിലെ മികച്ചതും. പക്ഷേ നദീം കുറിച്ച ദൂരം മറികടക്കണമെങ്കിൽ അമാനുഷികമായത് എന്തെങ്കിലും സംഭവിക്കണമായിരുന്നു. മൂന്നാം ശ്രമത്തിൽ നീരജ് അത് തേടുമെന്ന് തന്നെ ആരാധകർ കരുതി. പക്ഷേ ഫലം വിഭിന്നമായിരുന്നു. ടോക്കിയോയിൽ നീരജ് സ്വർണം ചൂടിയപ്പോൾ 5ാം സ്ഥാനത്തായിരുന്നു അർഷദ്. അന്നേ അയാൾ മനസ്സിൽ ഉറപ്പിച്ചു, ഇങ്ങനെയൊരു നാൾ. കഷ്ടതകളും പ്രാരാബ്ധങ്ങളും നിറഞ്ഞ കുട്ടിക്കാലത്ത് ക്രിക്കറ്റായിരുന്നു അർഷദിന്റെ ആദ്യ സന്തോഷം. പിന്നീട് ജാവലിലേക്ക് എത്തിയ അർഷദ് കോമൺവെൽത്ത് ഗെയിംസിൽ 90 മീറ്റർ നേടി ചരിത്രം കുറിച്ചു. അമിത ആവേശമില്ലാതെ, ആയാസമില്ലാതെ, കരുത്തും ടെക്നിക്കും സമാസമം ചേർന്നൊരു ശ്രമം. ഫൈനലിലെ മികച്ച 5 ദൂരങ്ങളിൽ 3 അർഷദിന് സ്വന്തം. രണ്ടാം ത്രോയിൽ 92 മീറ്റർ താണ്ടിയ നദീം അവസാന ത്രോയിൽ 91 മീറ്റർ എറിഞ്ഞിട്ടു. താൻ കുറിച്ച 92 മീറ്റർ ഭാഗ്യത്തിന് വീണതല്ലെന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു അത്. പാകിസ്ഥാനിലെ ഖനേവാളിയാണ് നദീമിന്റെ ജന്മദേശം. സാമ്പത്തികമായി അത്ര മെച്ചപ്പെട്ട കുടുംബത്തിൽ നിന്നല്ല അദ്ദേഹത്തിന്റെ വരവ്. തുടക്കകാലങ്ങളിൽ പരിശീലനത്തിലും വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിനുമുള്ള പണം പോലും ഉണ്ടായിരുന്നില്ല. ഗ്രാമത്തിലുള്ള ജനങ്ങളും ബന്ധുക്കളുമാണ് സംഭാവന ചെയ്ത് യാത്രയിലുടനീളം നദീമിനെ സഹായിച്ചതെന്ന് നദീമിന്റെ പിതാവ് അഷ്റഫ് വ്യക്തമാക്കി. വീടിന്റെ പിന്നാമ്പുറത്തെ സ്ഥലം നദീമിന്റെ പരിശീലന കേന്ദ്രമായി തന്റെ കയ്യിലുള്ള ഉപകരണങ്ങൾ വെച്ച് പരിശീലിച്ചു കൊണ്ടേയിരുന്നു. കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിൽ നദീം മത്സരിച്ചുവെങ്കിലും പാകിസ്ഥാൻ സർക്കാരിൽ നിന്നും സഹായമൊന്നും ലഭിച്ചിരുന്നില്ല. കാര്യമായ സ്പോൺസർഷിപ്പ് ഇപ്പോഴും പാക് താരത്തിനില്ല. തന്റെ പഴയ ജാവലിന് പകരം പുതിയതൊന്ന് വാങ്ങിക്കുവാനായി പണം നൽകി സഹായിക്കണമെന്ന് സോഷ്യൽ മീഡിയയിലൂടെ നദീം അഭ്യർത്ഥിച്ചത് വലിയ വാർത്തയായിരുന്നു. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡാണ് നദീമിനെ അന്ന് സഹായിച്ചത്. എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് ലോകവേദിയിൽ സ്വർണ്ണത്തിളക്കവുമായാണ് നദീം ഇന്ന് നിൽക്കുന്നത്. എന്നും നീരജിന്റെ സഹമത്സരാർത്ഥി മാത്രമായിരുന്നില്ല നദീം. അവർ തമ്മിലുള്ള സൗഹൃദപരമായ മത്സരം സത്യത്തിൽ മാതൃകയാണ്. മത്സരശേഷം നീരജിന്റെ മാതാവ് പറഞ്ഞതുപോലെ, നീരജിന് വെള്ളി കിട്ടിയതിൽ സന്തോഷമുണ്ട്. എന്നിരുന്നാലും സ്വർണം കിട്ടിയ നദീം എൻ്റെ കൂടി മകനാണ്. അതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. 2 തവണ 90 മീറ്റർ താണ്ടി അർഷദ് നദീം നടത്തിയത് ഒരു സ്റ്റേറ്റ്മെന്റാണ്. ലോക റെക്കോർഡുകളുടെ ചരിത്രത്തിൽ അർഷദ് നദീം എന്ന പേരുണ്ടാകും. പുതിയ എതിരാളികളെയും ഒപ്പമുള്ളവരെയും വെല്ലുവിളിക്കാൻ പോകുന്ന ഒരു ചരിത്രവുമായാണ് അയാൾ പാരീസിൽ നിന്ന് മടങ്ങുന്നത്. ഇത് ഊതിക്കാച്ചി മിനുക്കിയെടുത്തൊരു പൊന്നാണ്, വിലമതിക്കാനാവാത്തൊരു പൊന്ന്. അഭിനന്ദനങ്ങൾ പ്രിയ നദീം. ഇന്ത്യയുടെ ത്രിവർണ്ണ പതാകയിലേക്ക് നീരജ് നിങ്ങളെ ചേർത്ത് നിർത്തുമ്പോൾ രാജ്യാതിർത്തികൾക്കും ആഭ്യന്തര പ്രശ്നങ്ങൾക്കും അപ്പുറം ഞങ്ങളും നിങ്ങളുടെ വിജയം ആഘോഷിക്കുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന് ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തിയ വിജയം.